നമ്മളൊരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അതൊന്ന് നോക്കാം. 1/2 കിലോ മട്ടണ, നല്ല എല്ലോട് കൂടിയ മട്ടണാണ്. ഞാൻ ഇത് ഫ്രഷ് ഹോമിൽ വാങ്ങിച്ച ഫ്രഷ്. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കളറിന് വേറെ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, എല്ലാം ഇപ്പോൾ കുറേശ്ശേ ഇടുന്നുള്ളൂ. പിന്നെ മസാലയ്ക്കിടാം. 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല. ഇത് കാശ്മീരി ചില്ലിയാണ്, എരിയില്ല. അതുകൊണ്ട് 1 സ്പൂണ് കാശ്മീരി ചില്ലി, കുറച്ച് ഉപ്പ്, അത് 1 സ്പൂൺ ഉപ്പ്, ഇതിനുള്ള ഉപ്പ്. തൈര്, നല്ല കട്ട് തൈര് ഒരു 2 സ്പൂൺ ഇട്ടു. ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, 1 മിനിറ്റ്. ഇഞ്ചി പൂണ്ട് പേസ്റ്റ് 1. മല്ലിയിലൊക്കെ പിന്നീട്. എന്നിട്ട് നല്ലതായിട്ട് ഇങ്ങനെ മാറിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വെളിയിൽ വെക്കാം. ഒത്തിരി നേരം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് വെക്കാം. അതങ്ങനെ വെച്ചിട്ട് വരാം. ഇതിങ്ങനെ ഇളക്കി അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചേക്കാം. 1 മണിക്കൂർ ഇരിക്കട്ടെ. അതിങ്ങനെ 1 മണിക്കൂർ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് അതിനൊരു കുറച്ച് ഇഞ്ചി, ഓൾറെഡി ഇഞ്ചി പൂണ്ട് ഇട്ടതാണ്. കുറച്ച് ഇഞ്ചി, കുറച്ച് ഗാർലിക്ക്, ഒരു 5-6 പച്ചമുളക്, അതും കൂടി ഇട്ട് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. നേരത്തെ മീറ്റിനകത്ത് ഇഞ്ചി പൂണ്ട് ഇട്ടതായിരുന്നു. അതൊന്ന് നല്ലതായിട്ട് ക്രഷ് ചെയ്താൽ മതി, ഒത്തിരി അങ്ങ് അരയണ്ട. ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അത് കഴിഞ്ഞ് അതിനുള്ള സവാള, ചെറിയ സവാള ആയതുകൊണ്ട് ഞാനൊരു 7 സവാള എടുത്തു. അത് നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. ഒത്തിരി അങ്ങ് ചെറുതൊന്നും ആക്കണ്ട, കുക്കറിനകത്തിടാൻ. എന്നിട്ട് നമുക്ക് കുക്കർ കത്തിച്ച്, സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ, അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിൽ, അതൊഴിച്ച് കുറച്ച് നെയ്യ് വിട്ടു. അത് നമ്മുടെ ഇഷ്ടമാണ്. നെയ്യ് മാത്രം വന്ന നെയ്യ്, എണ്ണ മാത്രം വന്ന എണ്ണ. അതിട്ടിട്ട് ഈ ഉള്ളിയായിട്ട് വഴറ്റിക്കൊണ്ട് വരാം. ഒത്തിരി ഒന്നും അങ്ങനെ അങ്ങ് വേകണ്ട. ബീഫ് പോലല്ല, മട്ടൺ ഇച്ചിരൂടെ വേവുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഉള്ളിയൊക്കെ വെന്തോളും. ആ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ട് 2 തക്കാളി, 2 വലിയ തക്കാളി, ഒരു വലുതും ഒരു ചെറുതും. ഉള്ളി ഇത്രയും വഴന്നാൽ മതി, നിറമൊന്ന് മാറിയാൽ മതി. ആ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ടിട്ടു. അതും നല്ലതായിട്ട് വഴറ്റിക്കൊണ്ട് വരിക. തക്കാളി ഒന്ന് നല്ലതായിട്ട് ബോയിലാകണം, ഒത്തിരി അങ്ങ് ആകണ്ട. ഒന്ന് ബോയിലായി നമ്മൾ ഈ ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് അതും ഫുള്ളായി അതിനകത്തോട്ടിടുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട. അത് വിട്ടിട്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം നമ്മൾ ഇറച്ചിക്കകത്തിട്ട് ഇളക്കി വെച്ചേക്കുക. അതുകൊണ്ട് ഇനി ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. പുരട്ടി വെച്ച് ഇറച്ചി അങ്ങനെ അതിനോട് വെള്ളമൊന്നും വേണ്ട. അതിനകത്തോട്ടിട്ട് ഒന്നുകൂടെ പുരട്ടുക. ഒന്നുകൂടെ ആ മസാലയ്ക്കകത്ത് 2 മിനിറ്റ് നല്ല മസാലയ്ക്കകത്തെല്ലാം ഒന്ന് പുരണ്ട്. ഉപ്പ് ഓൾറെഡി ഇട്ടതാണ്. പുരട്ടിയിട്ട് ആ കുക്കർ അടച്ച് വെക്കുക. കുക്കർ അടച്ച് വെയിറ്റ് ഇട്ടിട്ട് ഒരു 4 വിസിൽ, അത് മട്ടൻ്റെ വേവ് പോലെ 4 വിസിൽ വന്ന് വേകട്ടെ. അപ്പോഴത്തേന് നമുക്ക് അരി എടുക്കാം. ബസുമതി അരി ഒരു 1/2 കിലോ. 1/2 കിലോ വേണ്ട, ഇത് 450 ഗ്രാമേ ഉള്ളായിരുന്നു ഇറച്ചി. ഒരു 1/2 കിലോയ്ക്ക് ഇച്ചിരി കുറവ്. എപ്പോഴും ഇറച്ചി മുന്നോട്ട് നിന്നാൽ നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിലത്തെ മതി. അത് കഴുകി വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം. ഒരു 30 മിനിറ്റ് അരി കഴുകി വെള്ളത്തിൽ കിടന്ന് കുതിരട്ടെ. അപ്പോഴത്തേന് ഇത് ഒരു 4 വിസിൽ വന്നു. കുക്കർ ഓഫ് ചെയ്യാം. കുക്കർ വെന്ത് കുക്കർ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ചോറിൻ്റെ എല്ലാ പരിപാടി എടുക്കാം. കുറച്ച് നെയ്യ് ഇട്ടു. ഇതിപ്പോൾ നെയ്യ് മാത്രമാണ് ഇടുന്നത്. എന്നിട്ട് ഉള്ളി ചെറുതായിട്ട് കുറച്ച് അരിഞ്ഞ് വെച്ച് കുഞ്ഞായിട്ട് കുറച്ച് വറുത്തിടാൻ വേണ്ടി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് ഉള്ളി, ഒരു 2 വലിയ സവാള ഉണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് പാതി ഇടാം. ഇപ്പം മുഴുവൻ കൂടെ ഇട്ടാൽ മൂക്കത്തില്ല. പാതി ഇട്ട് ഇച്ചിരി ഒരു മീഡിയം തീ വെച്ചിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പം തീ കുറച്ചാൽ മതി. അത് വേണ്ട ഇങ്ങനെ വറുത്ത് കോരി ആ എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി ആ എണ്ണയ്ക്കകത്തോട്ട് അടുത്ത ഉള്ളി ഇടാം.
ബാക്കി ഉള്ളി അതുപോലെ ഇട്ടു. എന്നിട്ട് ഈ ഉള്ളി ഒന്ന് നിരത്തിയിടണം, അല്ലെങ്കിൽ അങ്ങ് ഇത് നിരത്തിയിട്ട് നല്ല ക്രിസ്പാകും. നല്ലതായിട്ടൊന്ന് നിരത്തിയിട്ടു. അപ്പം നല്ലതായിട്ട് ക്രിസ്പായിട്ടിരിക്കും. മറ്റേ ഉള്ളി അതുപോലെ ബാക്കി ഉള്ളിയും വറുത്ത് കോരി. ഇത് നമുക്ക് അതിൻ്റെ മേലെ, ബിരിയാണിയുടെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ അതും ഒന്ന് ഇളക്കിയിട്ടു. എന്നിട്ട് ആ ബാക്കി എണ്ണയ്ക്കകത്തോട്ട്, എണ്ണ വേണമെങ്കിൽ എണ്ണ നെയ്യ് വെച്ചത് വേണമെങ്കിൽ ഒഴിക്കാം. അതിനകത്തൊരു കുറച്ച് കാഷ്യൂ, കുറച്ച് പറങ്ങാണ്ടി അത് വറുത്തെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ, പറങ്ങാണ്ടി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഗ്രേപ്സ് ഇടാം. ഉണക്ക മുന്തിരിങ്ങ. മുന്തിരിങ്ങ നല്ല എന്തുവാ ഊതി വീർക്കണം. മുന്തിരിങ്ങ നല്ല വീർത്ത് വരുന്നത് അതിൻ്റെ മൂക്കുന്ന കണക്ക്. അത് നല്ല ബലൂണ് പോലെ വികസിക്കും. അന്നേരം അതും എടുത്ത് ഈ ഉള്ളിയുടെ കൂടെ ഇടാം. എന്നിട്ട് നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് ഇച്ചിരി എണ്ണ വേണമെങ്കിൽ ഒഴിക്കണം. അതിനകത്തോട്ട് 2 കഷ്ണം പട്ട, ഒരു 4 ഏലക്ക അങ്ങ് പൊട്ടിച്ചിടുക. 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 4 ഗ്രാമ്പൂ, ഭക്ഷണയുടെ ഇല, നമ്മുടെ എന്താ ബ്രിഞ്ചി ഇലയിലെന്ന് പറയും, ബ്രിഞ്ചി ഇലയെന്ന് പറയുന്നത്. അത് വലുതായതുകൊണ്ട് ഞാൻ 1 ഇടുന്നുള്ളൂ, ചെറുതാണ് 2 ഇല. അത് വിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കഴുകി വാരി വെച്ച അരി, അത് വെള്ളം പോയി കഴിയുമ്പോൾ, വെള്ളമില്ലാതെ കഴുകി വാരി വെച്ച അരി ഇട്ട് അരി ഒന്ന് മൂപ്പിക്കുക. ചുമ്മാ വെള്ളം ഒന്ന് പോയാൽ മതി. എനിക്ക് 2.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 5 ഗ്ലാസ്സാണ് ഒഴിക്കേണ്ടത്. ഇപ്പം 4 ഒഴിക്കുന്നുള്ളൂ. ബാക്കി ആ ഇറച്ചിക്കകത്ത് ചിലപ്പോൾ ഇച്ചിരി വെള്ളം കാണും. ചൂടുവെള്ളമാണ്, ചൂടാക്കിയ വെള്ളം, തിളച്ച വെള്ളമോ ചൂടാക്കിയ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചിട്ട് തീ കൂട്ടി വെക്കുക. തീ കൂട്ടി വെച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ആ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടത് നല്ലതായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇറച്ചി തുറന്ന് നോക്കാം. ഇറച്ചിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണം. അതിനകത്ത് ഇച്ചിരി ചാറുണ്ട്, ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി ഇതിനകത്ത് ഒഴിക്കുക. അതുകൊണ്ട് ആ വെള്ളം കുറച്ചൊഴിച്ച്, അപ്പോൾ ആ മസാലയെല്ലാം ചോറെ കൂടെ പിടിക്കും. ഇപ്പം അതിന് ഉപ്പൊക്കെ നോക്കണം ഉണ്ടോയെന്ന്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഈ ചോറിനകത്തോട്ടിടാം. നമ്മൾ നേരത്തെ ഇട്ടല്ലേ ഇതില്ല, ചോറിനകത്ത് ഇറച്ചിക്കകത്തോട്ടിടാം. കുറച്ച് ഈ പുതിന എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് പുതിന എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന പുതിന, അതിനകത്തൊരു കുറച്ച് പുതിന ഇട്ടു. ചോറ് തിളയ്ക്കുമ്പം തീ കുറച്ചിട്ട് സിമ്മേ വെക്കണം. കുറച്ച് 2 സ്പൂൺ തൈര് ഒഴിച്ചു. ഇച്ചിരി ലെമൺ, 1 സ്പൂൺ ലെമൺ, 1 സ്പൂൺ ലെമൺ ഒഴിച്ചു. അത് അടച്ച് വെക്കാം. ചോറ് തിളയ്ക്കുമ്പം തീ കുറച്ച് സിമ്മേ വെച്ച് അടച്ച് വെക്കാം. അവിടെ ഇരുന്ന് വേകട്ടെ. ഇപ്പോൾ ചോറ് നല്ലതായിട്ട് വെന്തു. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ്, 5-6 മിനിറ്റായി. ചോറ് നല്ലതായിട്ട് വെന്തു. നല്ലതായിട്ട് മീൻസ് അങ്ങനെ ഒത്തിരി വേകണ്ട, ഒരു 80% വെന്താൽ മതി. അരിയുടെ അകം വെന്ത് പൊട്ടണ്ട. ഇനി ഇത് ദം ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ അതിനകത്ത് ഇരുന്നുകൊണ്ട് വേവും. ചോറ് നല്ലതായിട്ട് വെന്ത്, ചോറിന് ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാം. ഒരു പഴയ ഉപയോഗിക്കാത്ത ഒരു തവയോ ദോശക്കല്ല് എടുത്ത് വെച്ചു. അതുപോലോട്ട് ആ കുക്കർ അതിനകത്ത് തന്നെ അങ്ങ് തന്നെ ചെയ്യാം. ആ മീറ്റ് വെച്ച കുക്കറിനകത്തോട്ട് അത് നിരത്തി ലെവലാക്കി
കഷ്ണമൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് നമുക്ക് ഈ ചോറ് ആദ്യത്തെ ഒരു ലെയർ ഇടാം. ഒരു ലെയർ ഒന്ന് നല്ലതായിട്ട് നിരത്തി എല്ലായിടത്തും ഒന്ന് നിരത്തി നല്ലതായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലോട്ട് ഈ വറുത്ത് വെച്ചില്ലേ ഈ നട്ട്സും ഉള്ളി അതൊരു കുറച്ചൊരു ലെയർ ഇടാം. എന്നിട്ട് കുറച്ച് പുതിനായി ഇലയും മല്ലിയിലയും പുതിനായും അതും ഒരു കുറച്ചിടാം. ഒരു കുറച്ച് ഗരം മസാല ചെറിയ ഒന്ന് വിതറി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വിതറിയാൽ മതി, ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. തിരിച്ചും ബാക്കി ചോറ് അടുത്ത ലെയർ നമുക്ക് ചോറിടാം. അപ്പോൾ ഇറച്ചിയെല്ലാം അടിയിലുണ്ട്. ഇറച്ചിക്കകത്ത് അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, ഇച്ചിരി മോയ്സ്ചർ കാണണം. വെള്ളം അല്ലെങ്കിൽ അടി പിടിക്കും. ഒരു ശകലം ചാറ് അതിനകത്ത് കാണണം, ഇച്ചിരി ഗ്രേവി കാണണം. തിരിച്ച് ബാക്കി ഈ മല്ലിയില ഇടാം. ഈ ഉള്ളിയും ഒരു ശകല മസാല അതിൻ്റെ പുറത്തൊന്ന് വിതറി കൊടുത്തിട്ട് ഗരം മസാല അത് വിതറി കൊടുത്തിട്ട് പുതിനായും മല്ലിയില ഇട്ടിട്ട് ചിരിച്ചിട്ടാൽ മതി. ആ ഉള്ളി ഇട്ടിട്ട് ഇച്ചിരി നെയ്യ് കൂടെ മേലെ ഇടുക. നമ്മൾ കുറച്ച് നെയ്യ് സൈഡിലെല്ലാം വന്നിട്ടിട്ട് ഒരു നല്ല സ്മെല്ല് വരും. ബിരിയാണിക്ക് നെയ്യ് മസ്റ്റാണ്. പിന്നെ നമ്മൾ ഇച്ചിരിച്ച കുറയ്ക്കുന്നത് അതും കൊണ്ടിട്ടിട്ട് സൈഡിൽ അത് നല്ല സൈഡിൽ കൂടെ എല്ലാം അങ്ങ് മെൽറ്റായിട്ട് ഇറങ്ങിക്കോളും. ഇച്ചിരി കുക്കർ നല്ല മൂടി വെക്കുക. കുക്കറിൻ്റെ അടപ്പല്ല, സാധാരണ അടപ്പ് വെച്ച് ഇപ്പോൾ തീ കുറച്ച് വെച്ചേക്കുക, സിമ്മേ വെച്ചേക്കുക. അങ്ങനെ വെച്ച് മൂടി അവിടെ നിന്ന് ദം ചെയ്യുക. എന്നിട്ട് പാത്രത്തിൽ വെള്ളം പിടിച്ച് അതിൻ്റെ പുറത്ത് ഇച്ചിരി വെയിറ്റ് പോലെ അങ്ങനെ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് തീ സിമ്മയിൽ അതൊന്നും ആകത്തില്ല, കരിയത്തൊന്നുമില്ല. അങ്ങനെ ഒരു 15 സൈഡിൽ കൂടെ എല്ലാം ആയി വരണം. പാത്രത്തിലെ വെള്ളം നല്ലതായിട്ട് ചൂടാകും, തിളയ്ക്കത്തൊന്നുമില്ല. ഒരു 20 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല, അടി പിടിക്കത്തില്ലത്. അങ്ങനെ ഇരുന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് കുറേയൊക്കെ നേരം കഴിഞ്ഞ് തുറക്കുക. നല്ല വെള്ളമൊക്കെ പറ്റി നല്ല മണമാണ്. തുറന്നാൽ നല്ല സ്മെല്ലുണ്ട്, നല്ല സൂപ്പറായിട്ട് കിട്ടി. ഞാൻ കളറും ഒന്നും വിട്ടില്ല, ആ മഞ്ഞപ്പൊടി കളറ് മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ട് കിട്ടി. കഷ്ണമൊക്കെ വെന്തു. താങ്ക് യു.